ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ വളരെ വലിയ തോതിലുള്ള ഒരു കോട്ടയായിരുന്ന ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ ഒരു തൂത്തുവാരൽ വിജയമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തന്നെ. അതായത് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വളരെ വലിയ തോതിലുള്ള തിരിച്ചടി എന്നല്ല, കാലിടറി വീഴുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 188 സീറ്റുകളിൽ 174 ബി ജെ പി വിജയിച്ച് കയറിയിരിക്കുന്നു. ഇതിൽ CPIM-നും കോൺഗ്രസിനും ലഭിച്ച സീറ്റുകൾ 6 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. കോൺഗ്രസിന് ലഭിച്ചതാകെ 8 സീറ്റുകളും. 188 സീറ്റുകളിൽ 174 ബി ജെ പി തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇത് മറ്റെവിടെയുമല്ല, ഒരു കാലത്ത് ഇടതുപക്ഷ കോട്ടയായിരുന്ന, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ ത്രിപുരയിലാണ് ഈ ഒരു വിജയം. അതായത് നിലവിൽ ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ബി ജെ പി 188 സീറ്റുകളിൽ 174 വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്നു മാത്രമല്ല, 2 അക്കം കാണാൻ പറ്റാത്ത തരത്തിലോട്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റുകൾ 8 സീറ്റും അതേസമയം ഇടതുപക്ഷത്തിന് ലഭിച്ച സീറ്റുകൾ 6 സീറ്റും മാത്രമാണ്. എന്നാൽ ബി ജെ പി 174 സീറ്റുകളും നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. 188 സീറ്റുകളിലാണ് 174 ബി ജെ പി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള നിലവിൽ ബി ജെ പി 174 വിജയിച്ചു. ഇടതുപക്ഷം 6 സീറ്റിലും കോൺഗ്രസ് 8 സീറ്റിലും ഒതുങ്ങുന്ന തരത്തിലോട്ട് ത്രിപുരയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും വളരെ കനത്ത തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണമെന്ന് പറയുന്നത്, തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ NDA ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയമെന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു തൂത്തുവാരൽ വിജയമെന്ന് പറയുന്നതും വളരെ വലിയ തോതിൽ ഹൈലൈറ്റായിട്ട് കാണേണ്ട അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ത്യ സഖ്യം പൂർണ്ണ തോതിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വലിയ തോതിലുള്ള തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ വലിയ തോതിലുള്ള പതനമെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് 2 അക്കം പോലും കടക്കാതെ 8ലും 6ലും ഒതുങ്ങുന്ന തരത്തിലോട്ട് സീറ്റുകളുടെ കാര്യത്തിൽ ത്രിപുരയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇടതുപക്ഷത്തിനും CPIM-നും കോൺഗ്രസിനും 188 സീറ്റുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ബി ജെ പി 174 സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും 8 സീറ്റുകൾ കോൺഗ്രസും 6 സീറ്റുകൾ ഇടതുപക്ഷവും നേടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു തോൽവി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക വിജയമായിരിക്കും. NDA സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക വിജയമായി മാറിയിരിക്കുന്നു എന്ന കാര്യവും ഉറപ്പാണ്.